ഒരേ ദിവസം ഒരേ മേശയ്ക്ക് ചുറ്റും ഇസ്രയേലും ഫലസ്തീനും അറബ് രാജ്യങ്ങളും വന്നിരുന്നാൽ എങ്ങനെ ഉണ്ടാകും? ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അല്ലെ? എന്നാൽ നരേന്ദ്രമോദി എന്ന ഭരണാധികാരി അത് യാഥാർത്ഥ്യമാക്കുകയാണ്. വൻ ശക്തികൾ പോലും ഭയക്കുന്ന പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ കളിത്തട്ടിൽ ഇന്ത്യ ഇന്ന് കിങ് മേക്കറായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഭാരതം ആ മദർ ഓഫ് ഓൾ ഡീൽസ് ഒപ്പിട്ടത്. ലോകം മുഴുവൻ ഞെട്ടിത്തെറിച്ചു നിൽക്കുമ്പോൾ അതാ അടുത്ത പ്രഹരവും വരുന്നു. അടുത്ത മാസം പ്രധാനമന്ത്രി ഇസ്രയേലിലേക്ക് വിമാനം കയറുകയാണ്. പക്ഷേ അതിനു മുമ്പ് അടുത്ത ദിവസം ജനുവരി 31 ഡൽഹിയിൽ നടക്കാൻ പോകുന്ന ആ രഹസ്യ നീക്കം അത് ലോകത്തെ ഞെട്ടിക്കും. ഫലസ്തീൻ വിദേശകാര്യമന്ത്രി മുതൽ അറബ് ലോകത്തെ വമ്പന്മാർ വരെ ഇന്ത്യയുടെ മണ്ണിലേക്ക് എത്തുന്നു. 2047 ഇന്ത്യ വികസിത രാജ്യമാകുമെന്നാണല്ലോ നമ്മൾ കരുതിയത്. എങ്കിൽ തെറ്റി. ഈ പോക്ക് കണ്ടിട്ട് 2030 മുമ്പേ ലോകത്തിന്റെ നിയന്ത്രണം ഇന്ത്യയുടെ കൈപ്പിടിയിലാകുമോ? ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് പദ്ധതിയിൽ ഇന്ത്യയുടെ നിലപാടെന്ത്? ഇസ്രയേലും പാകിസ്ഥാനും ഒരുമിച്ചിരിക്കുന്ന സമിതിയിൽ ഇന്ത്യ എന്ത് കളിയാണ് കളിക്കുന്നത്? എല്ലാം നമ്മൾ ഇന്ന് തുറന്നു കാട്ടുകയാണ്. സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണണം. കാരണം ഇത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ കഥയാണ്. നാളെ ജനുവരി 31 ലോക നയതന്ത്രത്തിന്റെ തലസ്ഥാനമായി ഡൽഹി മാറുകയാണ്. ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനം വെറുമൊരു ചർച്ചയല്ല, ഇത് ഭാരതത്തിന്റെ കരുത്ത് തെളിയിക്കലാണ്. പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും നിരീക്ഷിക്കുന്ന ലോക രാജ്യങ്ങൾ ഇന്ന് ഡൽഹിയിലേക്ക് നോക്കുകയാണ്. ഫലസ്തീൻ വിദേശകാര്യമന്ത്രി വസൻ അഖബെഖിയൻ ഷാഹിൻ എന്ന ഈ യോഗത്തിന് പങ്കെടുക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. ഒരു വശത്ത് ഇസ്രയേലുമായി ഉറ്റ ചങ്ങാത്തം, മറുവശത്ത് ഫലസ്തീനിന്റെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന അറബ് ലോകത്തെ കൂടെ നിർത്തുക. ഇതിനെയാണ് ബാലൻസിംഗ് ആക്ട് എന്ന് വിളിക്കുന്നത്. പക്ഷേ മോദി സർക്കാർ ചെയ്യുന്നത് അതിനേക്കാൾ വലിയൊരു കളിയാണ്. അറബ് രാജ്യങ്ങളുമായുള്ള ഊർജ്ജ ബന്ധം അഥവാ എനർജി സെക്യൂരിറ്റി ഉറപ്പാക്കുമ്പോൾ തന്നെ ഭാരതത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഇസ്രയേലിന്റെ സാങ്കേതിക വിദ്യയും ഇന്ത്യയെ കൈക്കലാക്കുന്നു. ഇവിടെ ഇന്ത്യ ഒരു ഗുണഭോക്താവ് മാത്രമല്ല, മറിച്ച് സമാധാനം കൊണ്ടുവരുന്ന മധ്യസ്ഥനാണ്. പ്രധാനമന്ത്രി മോദി ഇസ്രയേൽ സന്ദർശിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത സ്ഥിരീകരിച്ചത് ഇസ്രയേൽ അംബാസഡർ റൂവൻ അസർ ആണ്. ടെലവീവിലും ജെറുസലേമിലും മോദി എത്തുമ്പോൾ അത് ലോക രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കും. എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇന്ത്യയെ ഇത്രത്തോളം സ്നേഹിക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയാണ്. പ്രതിരോധ മേഖലയിൽ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ പങ്കാളി. പക്ഷെ ഇതൊരു കൊടുക്കൽ വാങ്ങൽ മാത്രമല്ല, ഇതൊരു ആത്മബന്ധം കൂടിയാണ്. മോദിയും നെതന്യാഹുവും തമ്മിലുള്ള കെമിസ്ട്രി ലോക പ്രസിദ്ധമാണ്. ഈ സന്ദർശനത്തിൽ ഒപ്പിടാൻ പോകുന്ന കരാറുകൾ പ്രതിരോധം, സൈബർ സുരക്ഷ, ബഹിരാകാശം, സെമി കണ്ടക്ടർ എന്നീ മേഖലകളിലാകും. ഇതിനെയാണ് മദർ ഓഫ് ഓൾ ഡീൽസ് 2.0 എന്ന് വിളിക്കേണ്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ബോർഡ് ഓഫ് പീസ് എന്ന ആശയത്തിൽ ഇസ്രയേലും പാകിസ്ഥാനും ഉൾപ്പെടെ 20 രാജ്യങ്ങൾ അംഗമായി കഴിഞ്ഞു. എന്നാൽ ഭാരതം ഇതുവരെ തന്റെ ചീട്ട് പുറത്തെടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇന്ത്യയുടെ മൗനം ഒരു തന്ത്രമാണ്. ആരുടെയും പിന്നാലെ പോകാൻ ഇന്ത്യ തയ്യാറല്ല. ഇത് പഴയ ഭാരതമല്ലത് എത്ര തവണ പറഞ്ഞു മനസ്സിലാക്കണം അല്ലേ? ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു സമാധാന ചർച്ചയിൽ മാത്രമേ ഇന്ത്യ ഭാഗമാകൂ. അറബ് രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ ഇന്ത്യ തന്റെ നിലപാട് വ്യക്തമാക്കൂ. ഇതിലൂടെ ലോകത്തിന് ഒരു സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത്: ഞങ്ങളെ കൂടാതെ പശ്ചിമേഷ്യയിൽ സമാധാനം അസാധ്യമാണ്. പണ്ട് ലോക രാജ്യങ്ങൾ ഇന്ത്യയെ അവഗണിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഒരു യെസ് അല്ലെങ്കിൽ നോ എന്നതിനായി അവർ കാത്തു നിൽക്കുകയാണ്, ക്യൂ ആണ്. മോദി സർക്കാരിന്റെ ഈ നീക്കങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒന്നുറപ്പിക്കാം, നമ്മുടെ ലക്ഷ്യം 2047 അല്ല, അതിനും മുൻപേ ഭാരതം ലോകത്തിന്റെ നെറുകയിൽ എത്തും. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, വമ്പൻ വിമാന ഇടപാടുകൾ മുതൽ ചിപ്പ് നിർമ്മാണ കരാറുകൾ വരെ അല്ലെ. ഇന്ത്യ ഇന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം മാത്രമല്ല, കയറ്റുമതി ചെയ്യുന്ന ശക്തിയായി മാറുകയാണ്. അറബ് രാജ്യങ്ങൾ ഇന്ത്യയിൽ കോടിക്കണക്കിന് ഡോളറാണ് നിക്ഷേപിക്കാനായി ക്യൂ നിൽക്കുന്നത്. അല്ലഹൻ കഴിഞ്ഞ ദിവസം എത്തിയത് കണ്ടില്ലേ? മറുവശത്ത് ഇസ്രായേൽ തങ്ങളുടെ അതീവ രഹസ്യമായ ടെക്നോളജികൾ ഇന്ത്യക്ക് കൈമാറുന്നു. ഈ രണ്ട് ശക്തികളെയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ ലോകത്ത് മറ്റൊരു നേതാവിനും കഴിഞ്ഞിട്ടില്ല. ഉണ്ടോ? നിങ്ങളുടെ ഭാഗത്ത് അങ്ങനെ ഒരു ഉത്തരമുണ്ടെങ്കിൽ പറയൂ. ഇത് ഭാരതത്തിലെ നയതന്ത്ര വിജയമാണ്. ഇത് മോദി എന്ന മനുഷ്യന്റെ ദീർഘവീക്ഷണമാണ്. നമ്മളൊരു പുതിയ യുഗത്തിലാണ്. ശത്രുക്കൾ പോലും മിത്രങ്ങളാകുന്ന ഭാരതം ലോകത്തെ നയിക്കുന്ന യുഗം. ഈ നയതന്ത്ര നീക്കങ്ങൾ ഇന്ത്യയെ വെറും ഒരു സാമ്പത്തിക ശക്തിയല്ല, മറിച്ച് ലോകത്തിന്റെ വിശ്വഗുരുവാക്കി മാറ്റുകയാണ്. ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത് വെറുതെയല്ല. ഒരു കാലത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യം ഇന്ന് ലോകത്തിന് ആയുധങ്ങൾ വിൽക്കുന്ന ശക്തിയായി മാറിയിരിക്കുന്നു. ഇസ്രയേലുമായി നമ്മൾ ഒപ്പിട്ട പുതിയ പ്രതിരോധ കരാർ MOU അത് വെറും ഒരു കച്ചവടമല്ല, മറിച്ച് കോ ഡെവലപ്മെന്റ് ആൻഡ് കോ പ്രൊഡക്ഷൻ ആണ്. അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈലുകളും ഡ്രോണുകളും ഇനി ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യൻ തൊഴിലാളികൾ നിർമ്മിക്കും. ഇന്ത്യയുടെ പ്രതിരോധ കവചമായ ആകാശ് മിസൈൽ സിസ്റ്റം ഇന്ന് ലോക രാജ്യങ്ങൾ ക്യൂ നിന്ന് വാങ്ങുകയാണല്ലോ. ഇസ്രയേലിന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന ബരാക് 8 മിസൈലുകൾ നമ്മുടെ നാവികസേനയെ ലോകത്തിന്റെ തന്നെ ഏറ്റവും കരുത്തുറ്റൊന്നാക്കി മാറ്റി. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച തേജസ് വിമാനങ്ങൾക്കായി വിദേശ രാജ്യങ്ങൾ കോടികളുടെ കരാറുമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 2024-25 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി സർവകാല റെക്കോർഡുകളും ഭേദിച്ചു. ഏതാണ്ട് 21,000 കോടി രൂപയുടെ ആയുധങ്ങളാണ് നമ്മുടെ ഇന്ത്യ ലോക വിപണിയിൽ വിറ്റഴിച്ചത്.
ഇത് 2047 മുൻപേ ഇന്ത്യ ഒരു ഗ്ലോബൽ ഡിഫൻസ് ഹബ് ആക്കി മാറ്റും. അതിന്റെ ഒരു ഉറപ്പായ സൂചനയാണ്. ലോകമെമ്പാടും സാമ്പത്തിക മാന്ദ്യം ഭീഷണി ഉയർത്തുമ്പോൾ ഇന്ത്യയുടെ GDP വളർച്ച ഏതാണ്ട് 7.4% കുതിക്കുകയാണ്. ചൈനയെ പോലും പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി. അധികം വൈകാതെ തന്നെ ജപ്പാനെയും ജർമ്മനിയെയും പിന്നിലാക്കി ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി കഴിഞ്ഞു. UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ കോടിക്കണക്കിന് ഡോളറാണ് നിക്ഷേപിക്കുന്നത്. ജനുവരി 2026 കണക്കുകൾ പ്രകാരം ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപത്തിൽ 27% വർധനമാണ് ഉണ്ടായത്. ആപ്പിൾ മുതൽ ടെസ്ല വരെ ഇന്ത്യയിൽ ഫാക്ടറികൾ തുടങ്ങാൻ മത്സരിക്കുന്നു. ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളാണ്. ഇതിലൂടെ ലക്ഷക്കണക്കിന് യുവാക്കൾക്കാണ് തൊഴിൽ ലഭിക്കുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവം ഇന്ന് അമേരിക്കയെയും യൂറോപ്പിനെയും വരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ റോഡരികിലെ ഒരു തട്ടുകടയിൽ പോലും QR കോഡ് വഴി പണം കൈമാറാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ലോകത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമല്ലേ അത്? സിംഗപ്പൂർ, UAE, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ UPI സാങ്കേതിക വിദ്യ സ്വീകരിച്ചു കഴിഞ്ഞു. അവർക്കെല്ലാം അത്ഭുതമാണ് ഭാരതത്തിന്റെ ഈ ഒരു മാറ്റം കണ്ട്. ഇന്ന് ലോകത്തെ ഡിജിറ്റൽ പേയ്മെന്റുകളുടെ 40% നടക്കുന്നത് ഇന്ത്യയിലാണ്. 2026 ബജറ്റിൽ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ ഹബ്ബായി മാറാനാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഇന്ത്യ ലോകത്തിന് നേതൃത്വം നൽകാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യവും ഇന്ത്യ തന്നെ. ഇത് നമ്മുടെ ഗ്രാമങ്ങളിലെ സാധാരണക്കാരെ പോലും ആഗോള വിപണിയുമായി ബന്ധിപ്പിച്ചു. ഭാരതത്തിനെ കുറിച്ച് പറഞ്ഞിട്ടും തീരുന്നില്ല. ഭാരതത്തിന്റെ മുഖച്ഛായ മാറ്റുന്നത് ഇവിടുത്തെ ലോകോത്തര പാതകളാണ്. വന്ദേ ഭാരത് ട്രെയിനുകൾ മുതൽ ഹൈവേകൾ വരെ ഇന്ത്യയുടെ വേഗത വർദ്ധിപ്പിക്കുന്നു. പ്രതിദിനം 30 കിലോമീറ്ററിലധികം ഹൈവേ ആണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. PM ഗതിശക്തി പദ്ധതിയിലൂടെ റെയിൽവേ, റോഡ്, തുറമുഖം എന്നിവയെ ഒരൊറ്റ ശൃംഖലയിൽ കോർത്തിണക്കിക്കൊണ്ട് ലോജിസ്റ്റിക് ചെലവ് ഇന്ത്യ കുത്തനെ കുറച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ പ്ലാന്റുകൾ ഇന്ത്യയിലാണ്. 2030 പകുതിയിലധികം ഊർജ്ജവും സൂര്യനിൽ നിന്നും കാറ്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അറബ് രാജ്യങ്ങളുമായി ചേർന്ന് ഗ്രീൻ ഹൈഡ്രജൻ നിർമ്മാണത്തിൽ ഇന്ത്യ ലോക നേതാവാകാൻ പോവുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധമായാലും ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നമായാലും ലോകം ഇന്ന് സമാധാനത്തിനായി ഉറ്റുനോക്കുന്നത് ഈ ഇന്ത്യയെ തന്നെയാണ്. വികസ്വര രാജ്യങ്ങളുടെ നായകനായി ഇന്ത്യ മാറി. G20 ഉച്ചകോടിയിലൂടെ ആഫ്രിക്കൻ യൂണിയനെ ഉൾപ്പെടുത്തിയത് ഇന്ത്യയുടെ നയതന്ത്ര വിജയവുമാണ്. പിന്നെ ലോകം പ്രതിസന്ധിയിലായപ്പോൾ മരുന്നും വാക്സിനും എത്തിച്ച് ഇന്ത്യ വിശ്വമിത്ര എന്ന പേരും എടുത്തു. എത്രത്തോളം ബഹുമതികളും എത്രത്തോളം നേട്ടങ്ങളുമാണ് നമ്മുടെ ഭാരതത്തിനെന്ന് ഓർത്തു നോക്കൂ. പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രൂപീകരിച്ച സമാധാന സമിതിയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ലോകം അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെ മൗനം പോലും ഇന്ന് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാണ്. നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത ഈ നേട്ടങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ്: ഭാരതം എന്ന ലോകശക്തിയുടെ ഉദയം. പ്രധാനമന്ത്രി മോദിയുടെ കീഴിൽ ഇന്ത്യ വെറും ഒരു രാജ്യമല്ല, മറിച്ച് ലോകം ചലിക്കുന്ന അച്ചുതണ്ടായി മാറുകയാണ്. അടുത്ത മാസം അദ്ദേഹം ഇസ്രയേലിൽ നടത്തുന്ന ആ സന്ദർശനം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്ത്രപരമായ നീക്കമായിരിക്കും. അത് സുരക്ഷാ കരാറുകൾ മാത്രമല്ല, ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. നയതന്ത്രത്തിന്റെ ഈ ചതുരംഗ കളത്തിൽ ഇന്ത്യ ഇന്ന് ചെക്ക്മേറ്റ് വിളിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഈ ഒരു കുതിപ്പ് തുടരുകയാണെങ്കിൽ 2047 വരെ കാത്തിരിക്കേണ്ടി വരില്ല. ആ കാര്യത്തിൽ ഇപ്പോൾ സംശയമാണ് കേട്ടോ. വരും വർഷങ്ങളിൽ തന്നെ ലോകത്തിലെ ഒന്നാമത്തെ ശക്തിയായി ഭാരതം മാറും. ഈ വിസ്മയ കുതിപ്പിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും ഭാഗ്യമാണ്. ഇന്ത്യയുടെ ഈ മഹാവിജയത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? അഭിമാനത്തോടെ തന്നെ പറയൂ. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.